ഈശോന്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗരങ്ങളെ, എല്ലാ മാസവും നമ്മളൊരു സങ്കീർത്തനം പഠിക്കുന്നുണ്ട്. ഇപ്രാവശ്യം ഈ മെയ് മാസത്തിൽ പരിശുദ്ധമ്മയുടെ കൂട്ടുപിടിച്ച് നമ്മൾ ഈ ശുശ്രൂഷ മുന്നോട്ട് നയിക്കുന്നതുകൊണ്ട് ഇപ്രാവശ്യം നമ്മളൊരു സങ്കീർത്തന പുസ്തകത്തിൽ നിന്നല്ല എടുക്കുക. പകരം വളരെ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പറയുമ്പോൾ തന്നെ അത് മനസ്സിലേക്ക് വരുന്നുണ്ടാവും. മറിയത്തിന്റെ കീർത്തനം, മറിയത്തിന്റെ സ്തോത്രഗീതം, മറ്റൊരു വാക്കി പറഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ ഒരു സങ്കീർത്തനം നമ്മൾ ഇന്ന് വായിച്ച് പ്രാർത്ഥിച്ച് കടന്നുറങ്ങാൻ പോവാണ്. നിങ്ങൾ ഒത്തിരി പേർക്കും ഇത് കാണാതെ അറിയാമെന്ന് തോന്നുന്നു. ഈ മറിയത്തിന്റെ സ്തോത്രഗീതം ലൂക്ക 1:46 മുതൽ 56 വരെ ഈ മാസം തുടക്കത്തിൽ ഞാനിവിടെ ഒരു സിസ്റ്റേഴ്സ് കോൺഗ്രിഗേഷന് ധ്യാനിപ്പിക്കുകയായിരുന്നു. നിങ്ങളോടത് നേരത്തെ പറഞ്ഞിട്ടുള്ള നിങ്ങൾ അതിനുവേണ്ടിയൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുകയും ചെയ്തതാണ്. അപ്പോൾ അവരുടെ ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് എല്ലാ ദിവസവും അവരിങ്ങനെ ഇത് കാണാപ്പാഠം പഠിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും അവരത് ചെല്ലുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും ഒത്തിരി പേർക്കത് കാണാതെ അറിയാമെന്ന് തോന്നുന്നു. കാണാതെ അറിയാവുന്നവർ ബൈബിൾ തുറക്കാതെ ഇന്ന് ഇത് ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ ബൈബിൾ അടുത്തുണ്ടെങ്കിൽ നമുക്കൊന്ന് ഒരുമിച്ച് വായിച്ച് പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങാം. ഈ മാസം നിങ്ങൾ പഠിക്കേണ്ട ഒരു സങ്കീർത്തനമാണ്. കാണാതെ അറിയാവുന്നവർ കൺഗ്രാജുലേഷൻസ്. കാണാതെ അറിയാത്തവർ ഈ മറിയത്തിൻ്റെ സ്തോത്രഗീതം ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. മെയ് മാസം ഇനി തീരാൻ കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ. എല്ലാ ദിവസവും ഒന്ന് ആവർത്തിച്ച് പ്രാർത്ഥിച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും. നമുക്കൊന്ന് ഒരുമിച്ച് വായിക്കാം. ലൂക്ക 1:46 മുതൽ 56 വരെയുള്ള വചനങ്ങളാണ്. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. നമ്മൾ ഒത്തിരി ധ്യാനിച്ച വിഷയങ്ങളാണ്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ശരിക്കും ഈ പ്രാർത്ഥന, ഈ സങ്കീർത്തനം മറിയത്തോടൊപ്പം നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്ന് പരിശുദ്ധ അമ്മ പറയുമ്പോൾ അതിൻ്റെ കൂടെ നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ നമ്മളും പ്രഖ്യാപിക്കുകയാണ്, എൻ്റെ ആത്മാവും കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. മറിയം പറയുന്ന രണ്ടാമത്തെ കാര്യമാണ്, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. നമ്മുടെ ഏറ്റവും വലിയ ആനന്ദം ഈശോയാവണമെന്ന ഈ ഒരു വചനം ഓർമ്മപ്പെടുത്തുക. അല്ലെങ്കിൽ ഈശോയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദമാകണം നമുക്കുള്ള ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ ആനന്ദം എന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത വചനം, അവിടുന്ന് എൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രവർത്തിക്കും. കർത്താവിൻ്റെ മുമ്പിൽ അനുഗ്രഹിക്കപ്പെട്ടത് ആരാണ്? കർത്താവിൻ്റെ മുമ്പിൽ ഭാഗ്യവാൻ, ഭാഗ്യവതി ആരാണ്? എളിമപ്പെട്ട് നിൽക്കുന്നവർ. തൻ്റെ എളിമയെ, തൻ്റെ താഴ്മയെ കടാക്ഷിച്ച് എന്നെ അനുഗ്രഹിച്ചു എന്നാണ് പറയുക. അവിടുന്ന് എൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ച് ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. പ്രിയപ്പെട്ട സ്വരങ്ങളെ, എളിമപ്പെട്ട് നിൽക്കുന്നവർക്ക് എപ്പോഴും അനുഗ്രഹം ഉണ്ടാവും. പത്രോസിലേക്ക് നമ്മളോട് പറയുന്നില്ലേ, അവിടുത്തെ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുക, തക്ക സമയത്ത് അവിടുന്ന് നമ്മളെ ഉയർത്തിക്കൊള്ളും. പരിശുദ്ധ അമ്മയുടെ ജീവിതം, ഈ സങ്കീർത്തനം അത് നമ്മുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തുകയാണ്. അടുത്ത വചനം 49 വാക്യം, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. എല്ലാ കാര്യത്തിനും നന്ദി പറയണം, കർത്താവിനെ മഹത്വപ്പെടുത്തണം എന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. ഒരു കുഞ്ഞു കാര്യമാവട്ടെ, പക്ഷെ അത് കർത്താവ് ചെയ്തു തന്നാണെങ്കിൽ അത് വലുതാണ്. അത് അനുഗ്രഹമായിട്ട് അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തണം എന്ന് വചനം പറയുന്നു. 50 വാക്യം, അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഞാനോ നിങ്ങളോ നമ്മുടെ കുടുംബമോ ഒക്കെ കർത്താവിനെ മഹത്വപ്പെടുത്തിയാൽ അത് നമ്മുടെ തലമുറയിൽ മാത്രം നിൽക്കുന്നതല്ല, വരും തലമുറകളിലേക്കും കർത്താവ് അത് അനുഗ്രഹമാക്കി മാറ്റും. അതൊരു പ്രോമിസ് ആയിട്ട് സ്വീകരിക്കുക. 51 വാക്യം മുതൽ ഇങ്ങനെയാണ്, അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു, ശക്തന്മാരെ സിംഹാസനത്ത് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറുങ്കയോടെ പറഞ്ഞയച്ചു. എന്ന് വെച്ചാൽ കർത്താവിൻ്റെ മുമ്പിലുള്ള ഒരു അനുഗ്രഹത്തിൻ്റെ രീതിയാണ് കാണുക. ലോകം കാണുന്ന പോലെ അല്ല കർത്താവ് കാണുക. ലോകത്തിന് മുമ്പിൽ ചിലപ്പോൾ നമ്മൾ ചിലരെ നോക്കുമ്പോൾ ഇവരൊക്കെ എന്തൊരു ജീവിതമാണ്, എന്തൊരു അനുഗ്രഹമാണെന്ന് വിചാരിക്കും. പക്ഷേ കർത്താവ് കാണുന്നത് മറ്റൊരു കണ്ണുകളിലൂടെയാണ്. ഈ ദാവീദിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ കാണുന്നില്ലേ, ദാവീദിന്റെ സഹോദരന്മാരെയൊക്കെ പിടിച്ചു നിർത്താണ്. വലിയ മിടുക്കന്മാരാണ്, പൊക്കവും വണ്ണമൊക്കെ ഉള്ള മിടുക്കന്മാരാണ്. പക്ഷേ കർത്താവിൻ്റെ ഹൃദയം ദാവീദിനൊപ്പമാണ്. വചനം ഇങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യർ കണ്ണുകൊണ്ട് കാണുന്നു, ദൈവം ഹൃദയം കൊണ്ട് കാണുന്നു. എന്നിട്ടാണ് ദാവീദിനെ ഇങ്ങനെ തൻ്റെ ഹൃദയത്തോട് ചേർന്നിണങ്ങിയ മനുഷ്യരായിട്ട് ദാവീദിനെ സെലക്ട് ചെയ്ത് അഭിഷേകം ചെയ്യുന്നത്. ഇപ്പം ലോകത്തിൻ്റെ കണ്ണിൽ നമ്മൾ ഈ പാട്ടൊക്കെ പാടുന്നില്ല, ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഒന്നും അല്ലാതെ ഇരുന്ന് പോയാലും കർത്താവിൻ്റെ മുമ്പിൽ വലുതാക്കി കർത്താവ് നമ്മളെ മാറ്റും. എളിമപ്പെട്ട് നിൽക്കുന്നവർക്ക്. വചനത്തിൻ്റെ അവസാനം ഇങ്ങനെയാണ്, തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു, നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. ഈ 10 വചനങ്ങൾ 46 മുതൽ 56 വരെയുള്ള വചനങ്ങൾ നിങ്ങൾ കാണാതെ പഠിക്കാൻ ശ്രമിക്കണം. ഈ സങ്കീർത്തനം ഇങ്ങനെ ആവർത്തിച്ച് പ്രാർത്ഥിക്കണം. ഈ മെയ് മാസം തീരുന്നതിന് മുമ്പ് കാണാപ്പാഠം പഠിക്കുക. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത് അവസാനിക്കുന്ന ഇങ്ങനെയാണ്, മറിയം 3 മാസത്തോളം എലിസബത്തിൻ്റെ കൂടെ താമസിച്ച് അവളെ ശുശ്രൂഷിച്ചു. ഈ സങ്കീർത്തനം പഠിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നിങ്ങളുടെ കൂടെ നിൽക്കട്ടെ.
എലിസബത്തിൻ്റെ വീട്ടിൽ 3 മാസം നിന്ന് ആ വീടിനെ അനുഗ്രഹിച്ചതുപോലെ ഈ സങ്കീർത്തനം വായിക്കുന്ന നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ, കുടുംബത്തിൽ, ജോലിയിൽ, ശുശ്രൂഷയിൽ, പഠനത്തിലെല്ലാം മാതാവിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടാവട്ടെ. അവൾ കൂടെ നിന്ന് നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.